സംസ്കാരത്തിന്റെയും കലയുടെയും കൂടിച്ചേരലാണ് കോഴിക്കോട്ടെ തസരയിൽ. വടക്കിനി എടത്തപ്പറമ്പ് തസരയായി രൂപാന്തരപ്പെടുമ്പോൾ ജീവൻ വെക്കുന്നതും പ്രാചീന കലകൾക്ക് തന്നെയാണ്. ബേപ്പൂരിലെ രാജ്യാന്തര കൈത്തറി ശില്പശാലയുടെ വിശേഷങ്ങൾ ഒന്ന് കണ്ടുനോക്കാം. തസരയിൽ ഒരു ഒത്തുചേരലാണ്, കലയുടെയും കലാകാരന്മാരുടെയും ഒത്തുചേരൽ. 46 രാജ്യങ്ങളിൽ നിന്നായി ബേപ്പൂരിൻ്റെ മണ്ണിലെത്തിയത് 105-ൽ പരം പ്രതിനിധികളാണ്. കല പഠിക്കാനും പഠിപ്പിക്കാനുമാണ് ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ ക്രാഫ്റ്റിനോടുള്ള താല്പര്യം കുറയുന്നുണ്ടെങ്കിലും ഇത്തരം കൂടിച്ചേരലുകൾ അതിന് ജീവൻ നൽകുന്നുണ്ട്. ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് ടെക്സ്റ്റൈൽ റിട്രീറ്റ്. 105ഓളം പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിൽ ശില്പികളുണ്ട്, ചിത്രകാരന്മാരുണ്ട്, നെയ്ത്തുകാരുണ്ട്, ഫൈബർ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്കിൽ ഷെയറിങ്ങാണ്. അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുക. അപ്പോൾ മ്യൂച്വലി ലേണിംഗ് ആൻഡ് ടീച്ചിങ്. നമ്മൾ അവരൊന്നും പഠിപ്പിക്കുന്നില്ല. ശില്പശാലയുടെ അനുഭവം പങ്കുവയ്ക്കുകയാണ് ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു കലാകാരി. Most appealing part of this experience was the possibility of communication between 100 artists from over 50 different countries. And in our world, which is full of stress and discord, the possibility that we could talk to one another, meet one another through our artwork in this beautiful subtropical environment. കലാരംഗത്തെ പുതിയ ആശയങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിലും യാതൊരു മടിയും ഇവർ കാണിക്കുന്നില്ല. ആശാനികേതനിലെ വിദ്യാർത്ഥികളും ശില്പശാലയുടെ ഭാഗമാകുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിലെ മുഖ്യധാരയിൽ എത്തിക്കുക. എല്ലാവർക്കും കഴിവുണ്ട് സമൂഹത്തിൽ. ആ കഴിവിനെ പരിപോഷിപ്പിക്കുക. ഭിന്നശേഷിക്കാർക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് സമൂഹത്തോട് പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാസമ്പന്നരായ യുവാക്കളെ ആകർഷിക്കുകയും സ്വയം തൊഴിൽ ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. ശില്പശാല ആദ്യ ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ഇത് വിജയിച്ചു കഴിഞ്ഞു. വിവിധങ്ങളായ സംസ്കാരങ്ങളുടെ കൂടിച്ചേരലാണ് ഇവിടം. സമൂഹ മാധ്യമങ്ങളിൽ എന്ന പോലെ യുവാക്കളും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രശോഭ് കുറ്റിയിലിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.